ഒരു ദിവസം 99 സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾക്കിരകളാകുന്നു എന്നാണ് നമ്മുടെ രാജ്യത്തെ കണക്കുകൾ പറയുന്നത്. ഉയർന്ന സ്ത്രീ സാക്ഷരതയും സ്ത്രീ പുരുഷ അനുപാത കണക്കുകളുമുള്ള നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ പേടിപ്പെടുത്തും വിധം അധികമാണ്. ദേശീയ ശരാശരിയുടെ 1.5 ഇരട്ടി. പക്ഷേ നമ്മളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം മറ്റൊന്നാണ്. ഇത്തരം അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്കെതിരെ നമ്മുടെ സമൂഹം പുലർത്തുന്ന ആ കുറ്റപ്പെടുത്തൽ മനോഭാവം. ഇരയെ വീണ്ടും കുറ്റപ്പെടുത്തുക. അങ്ങനെ സമൂഹം ഇത്തരം നിർഭാഗ്യവതികളായ സ്ത്രീകളെ വീണ്ടും തകർക്കുന്നു. നമുക്ക് അജിതയുടെ കഥ നോക്കാം. കേരളത്തിലെ ഒരു ചെറു പട്ടണത്തിലെ ബാങ്കിൽ ജൂനിയർ ഓഫീസറായി ചാർജ് എടുത്ത 23-കാരിയായ അജിത. വളരെ ഒതുങ്ങിയ, ആരോടും അധികം ഇടപഴകാത്ത അവളുടെ പെരുമാറ്റ രീതി സഹപ്രവർത്തകർക്ക് ആദ്യം വിചിത്രമായി തോന്നി. സംശയം സഹിക്കവയ്യാതെ ചിലർ അവളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് ഇന്റർനെറ്റിൽ അതിൻ്റെ ചൂടുള്ള വിശദാംശങ്ങളിലേക്കാണ്. അടുത്ത ദിവസം അജിത ജോലിക്കെത്തിയപ്പോൾ സഹപ്രവർത്തകരിൽ അവൾ കണ്ടത് പിറുപിറുക്കലും അടക്കിയുള്ള പരിഹാസവും കുറ്റപ്പെടുത്തലുമൊക്കെയാണ്. മറച്ചുവെക്കപ്പെട്ട ഒരു ഭൂതകാലം അജിതയ്ക്കുണ്ടെന്ന് അവർ കണ്ടെത്തി. കോളേജ് പഠനകാലത്ത് അവളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്ന്. തൻ്റെ ഭൂതകാലത്തിൽ നിന്നും താൻ എന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന, പേടിപ്പെടുത്തുന്ന ആ സംഭവങ്ങളുടെ നിഴൽ ഇപ്പോഴും അവളെ പിന്തുടരുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിക്കപ്പെടുമ്പോൾ അവളുടെ ലോകം ആകെ കീഴ്മേൽ മറിയുന്നു. അതിൽ നിന്ന് കരകയറുക അവൾക്കത്ര എളുപ്പമല്ല. ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ നിഷേധ മനോഭാവമാണ്. അജിതയെ അവൾ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അവളുടെ ട്യൂട്ടർ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. അന്ന് അവൾക്ക് 19 വയസ്സ്. രക്ഷിതാക്കളോട് പരാതിപ്പെട്ടാൽ അവരെ അപായപ്പെടുത്തുമെന്ന് അയാൾ അവളെ ഭീഷണിപ്പെടുത്തി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ദൂരെയുള്ള നഗരത്തിൽ വന്ന് ട്യൂട്ടറുടെ പ്രത്യേക ശിക്ഷണം അവൾ ആരംഭിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയതിന് അവളെ തന്നെ മാതാപിതാക്കൾ പഴിക്കുമെന്ന് അവൾ കരുതി. അതല്ലെങ്കിൽ അവളുടെ നടപടി ദൂഷ്യം കൊണ്ടും ശരിയല്ലാത്ത വസ്ത്രധാരണം കൊണ്ടുമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്ന് അവൾ പേടിച്ചു. സ്വയം കുറ്റപ്പെടുത്തലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇരകൾ ചെന്ന് വീഴാനിടയുള്ള ഏറ്റവും സാധാരണമായ ഒരു മാനസിക ന്യായീകരണം. യഥാർത്ഥ കുറ്റവാളിയെ നേരിടുന്നതിനുള്ള ഒരു വിമുഖത കൊണ്ടുകൂടിയാണ് ഇങ്ങനെ. ഇതിലൂടെ അവർ തന്നെ സ്വന്തം മുറിവുണക്കലിനെ വൈകിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നു. പക്ഷേ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും കേട്ട് തളരാതെ അജിതയുടെ മാതാപിതാക്കൾ അവളെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. അവളുടെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം അവർ മനസ്സിലാക്കി.
ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തുടങ്ങിയ തെളിവ് സാധനങ്ങൾ അവൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചതിനാൽ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും അജിതയ്ക്കായി. ഈ സംഭവം അജിതയെ മറ്റൊരാളാക്കി തീർത്തു. ഇതെല്ലാം തൻ്റെ കുറ്റം കൊണ്ടാണെന്ന് അവൾ വിശ്വസിച്ചു. കൗൺസിലിംഗ് കൊണ്ട് തൻ്റെ മനോനില അവൾക്ക് കുറേയൊക്കെ തിരിച്ചു കിട്ടിയെങ്കിലും ഒരുതരം കുറ്റബോധം അവളെ പലപ്പോഴും ചൂഴ്ന്നു നിന്നു. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അവളെല്ലാം മറന്നു തുടങ്ങിയെന്ന് കരുതിയ വേളയിൽ ആ ഭൂതകാലം പിന്നെയും അവളെ വേട്ടയാടി. ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർ തന്നെയാണ് ഇതിന് കാരണക്കാർ എന്ന് നമ്മുടെ സമൂഹം പൊതുവെ കരുതുന്നു. ആ വ്യക്തി ശാരീരികമായി മാത്രമല്ല, കടുത്ത മാനസിക തകർച്ചയിലൂടെയാണ് കടന്നുപോയിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അജിതയുടെ മേലുദ്യോഗസ്ഥൻ നവീൻ അത് തിരിച്ചറിഞ്ഞു. സഹപ്രവർത്തകരെ നേരിടാനുള്ള ധൈര്യമില്ലായ്മയും ലജ്ജയും ആത്മനിന്ദയും ഒക്കെയാണ് അജിതയെ ഓഫീസിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. നവീൻ അവളുടെ വീട്ടിൽ ചെന്ന് കണ്ട് തിരികെ വരാൻ പ്രേരിപ്പിച്ചു. നടന്നതൊന്നിനെയും മാറ്റാൻ നമുക്കിനി ആവില്ല എന്നയാൾ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഈ മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ അവൾ സ്വയം തീരുമാനിക്കണമെന്നും ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ലജ്ജയോടെ കുറ്റബോധത്തോടെ ആളുകളിൽ നിന്നും ഒളിച്ചോടി ജീവിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നും അയാൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി. ഒന്നോർക്കുക, 6ൽ 1 സ്ത്രീക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ആക്രമണത്തെ നേരിടേണ്ടി വരുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, സഹോദരിയായിരിക്കാം, സഹപാഠിയായിരിക്കാം, അയൽക്കാരിയായിരിക്കാം. ലജ്ജിക്കേണ്ടത് ഈ ഇരകളല്ല, ഈ കൃത്യങ്ങൾ ചെയ്യുന്നവരാണ്, ഇതിന് വളമൊരുക്കുന്ന ഈ സമൂഹമാണ്. സ്വയം പീഡനത്തിൽ നിന്നും അജിത ഏറെ വൈകാതെ പുറത്തു വന്നു. മാത്രമല്ല, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പെട്ടുപോയവർക്ക് അവൾ സഹായഹസ്തവും നീട്ടി. ഈ സംഭവത്തെപ്പറ്റി ഞാൻ മിണ്ടാതിരിക്കില്ല. നിങ്ങളും നമ്മൾ ആരും ഇത്തരം സന്ദർഭങ്ങളിൽ നിശബ്ദരാവരുത്. ഇവർക്ക് വേണ്ട സഹായവും സംരക്ഷണവും ഉറപ്പാക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ വിളിക്കുക 8891 320005.